ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പം മിക്കപ്പോഴും മാർക്കറ്റിൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഓൾ ടൈം ഹൈയിൽ പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ലോസ് ആവുന്നത്. ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല റിസ്ക്കിയാണ്, കാരണം നിന്നെ അങ്ങോട്ട് ഇടിയാൻ പോവാണല്ലോ. അപ്പം ഈ ഒരു ഡയലോഗ് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇതിന്റെ പുറകിലെ സത്യം എന്താണ്? ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾ ടൈം ഹൈ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക്കിയാണോ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു മാർക്കറ്റ് മിത്താണോ? സോ ഇതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ പോകുന്ന കാര്യം. അപ്പോൾ നമ്മൾ ചുമ്മാതായിരിക്കും നമ്മൾ പറയുന്നത്, വിത്ത് ഡേറ്റ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് ബേസിക്സ് തന്നെ ഇവിടെ തുടങ്ങാം അല്ലേ? ഇപ്പോൾ 2000 മുതൽ 2025 വരെയുള്ള കംപ്ലീറ്റ് ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. നിഫ്റ്റി 50 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിൽ ഓൾ ടൈം ഹൈയിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു കാണും ഇവിടെ? അപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ റിസൾട്ട് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഓൾ ടൈം ഹൈയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആവറേജ് 1 ഇയർ റിട്ടേൺ അറൌണ്ട് 13% ആയിരിക്കും ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ലോങ് ടേം നമ്പർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ 3 ഇയർ അതുപോലെ 5 ഇയർ ഹോറിസോണിൽ ആവറേജ് റിട്ടേൺ ഏകദേശം 12% അടുത്ത് ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളിപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോങ് ടേം കോമ്പൗണ്ടിങ് ഒന്നും നഷ്ടമാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇവിടുത്തെ ആദ്യത്തെ ആൻസർ ഇതാണ് വരുന്നത്. ആളുകൾ വിചാരിക്കുന്ന പോലെ ഓൾ ടൈം ഹൈ അത്ര റിസ്കി അല്ല. കൂടാതെ കഴിഞ്ഞ 25 വർഷത്തെ ഡേറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓൾ ടൈം ഹൈയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള നമ്മുടെ ചാൻസ് എന്ന് പറഞ്ഞാൽ 77% ഉണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 34% ഇൻസ്റ്റൻസിലും ജസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ആളുകൾ 20%-ലധികം റിട്ടേൺസ് ഇവിടെ നേടിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. ഈ ഒരു മൊത്തം 25 വർഷം ഡേറ്റയിൽ ഒരു തവണ പോലും നമുക്ക് ഓൾ ടൈം ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് -5 ഇയർ റിട്ടേൺസ് ഇവിടെ നൽകിയിട്ടില്ല. നമുക്കിവിടെ ഈ ബ്രേക്ക് ഔട്ട് ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കാം. ഇപ്പോൾ 2000 ജാനുവരി മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാസം അവസാനം നിഫ്റ്റി 50 ന്യൂ ഓൾ ടൈം ഹൈ 63 തവണ എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ ഒരു ഓൾ ടൈം ഹൈ വന്ന ശേഷം എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഇത് 40 തവണയും വരും മാസങ്ങളിൽ നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം 65% കേസിലും ഇന്ത്യയിൽ ഓൾ ടൈം ഹൈ ഒരു സീലിംഗ് ആയിട്ട് ആക്ട് ചെയ്തിട്ടില്ല. അതിന് പകരം ഇവിടെ മൊമെന്റം കണ്ടിന്യൂ ചെയ്തിട്ടേ ഉള്ളൂ. ഓൾ ടൈം ഹൈ ഡേറ്റ്സിൽ നിന്ന് 1 ഇയർ ഫോർവേഡ് റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 58% കേസിലും റിട്ടേൺ 12% മേലെയാണ്. അതുപോലെ 64% കേസിൽ 8% മുകളിൽ റിട്ടേൺസ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസ്കഷന്റെ എക്സ്റ്റൻഷൻ ഒരു സ്ട്രാറ്റജി സ്റ്റഡിയാണ്. 2023 ഒരു പഠനം നമുക്ക് നോക്കാം. അപ്പൊ 4000-ലധികം സ്റ്റോക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പഠനം ഇവിടെ നടത്തിയത്. അതിൽ പോർട്ട്ഫോളിയോ മന്ത്ലി ബേസിസ് ഇവിടെ റീബാലൻസ് ചെയ്യും. ഇപ്പൊ 52 വീക്ക് ഹൈന്റെ അടുത്തുള്ള സ്റ്റോക്സ് ലോങ് ടേമിലേക്ക് വാങ്ങും. അതുപോലെ 52 വീക്ക് ഹൈയിൽ നിന്ന് വീണ സ്റ്റോക്സ് ആയിരിക്കും നമ്മൾ ഇവിടെ വിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? കഴിഞ്ഞ 20 വർഷത്തിൽ ഈ ഒരു സ്ട്രാറ്റജി റിസ്ക് റേറ്റിന് മുകളിൽ 20% ആനുവൽ എക്സസ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് നിഫ്റ്റി 100 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് റേറ്റിന് മുകളിൽ 8.2% ആനുവൽ എക്സസ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. പക്ഷേ വോളറ്റിലിറ്റി കൂടുതലായിരുന്നു, ഓൾമോസ്റ്റ് 30%. അതിൽ ഷാർപ്പ് റേഷ്യോ 0.67ന്റെ അടുത്തായിരുന്നു. സോ ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മിക്കപ്പോഴും ചിന്തിക്കുന്നത് 52 വീക്ക് ഹൈയിലുള്ള സ്റ്റോക്സ് ഒക്കെ റിസ്കി ആണെന്നാവും. പക്ഷേ ഇവിടുത്തെ നമ്മൾ ഡേറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം വേറൊരു കഥയാണ്. അപ്പൊ ഇവിടെ ഓൾ ടൈം ഹൈന്റെ അടുത്ത് നിൽക്കുന്ന സ്റ്റോക്സ് മൊമെന്റും സ്ട്രെങ്ത്തും കാണിക്കാറുണ്ട്. അതുപോലെ ഓൾ ടൈം ഹൈ ഇന്ന് വീണ സ്റ്റോക്സ് പിന്നീട് എന്താണ് വീക്ക് ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മൈക്രോ ലെവലിൽ നമുക്ക് നോക്കാം. ഇപ്പൊ നിഫ്റ്റി 100-നുള്ളിൽ നമ്മൾ ചെറിയൊരു റിസർച്ച് നടത്തി. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ 25% CAGR റിട്ടേൺസ് നൽകിയ 30 സ്റ്റോക്സ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഇനിയാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് വരുന്നത്. ഇവിടെ നമ്മൾ 3 വർഷത്തെ റിട്ടേൺസ് മാത്രമല്ല നമ്മൾ നോക്കിയത്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോഴത്തെ പ്രൈസ്, അതായത് 10th ഡിസംബർ 2025 പ്രൈസ് വരെ ആ ഒരു സ്റ്റോക്ക് എത്ര റിട്ടേൺസ് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് നമ്മളിവിടെ നോക്കി. അപ്പൊ നമ്മളിവിടെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ടു കറന്റ് റിട്ടേൺ ഡിവൈഡ് ബൈ ലാസ്റ്റ് 3 ഇയർ ടോട്ടൽ റിട്ടേൺ. അപ്പൊ ഇങ്ങനെയാണ് റേഷ്യോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ ഈ ഒരു 30 സ്റ്റോക്കിൽ 20 സ്റ്റോക്സ്, അതായത് 2/3 സ്റ്റോക്സും അവരുടെ 3 ഇയർ റിട്ടേണിന്റെ 50% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈവൻ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ഈ ഒരു സ്റ്റോക്ക് അവരുടെ കോമ്പൗണ്ടിന്റെ പകുതിയിലധികം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ചുരുക്കി പറഞ്ഞാൽ വലിയ ഇടിവുകൾ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇതിൽ 2 സ്റ്റോക്സ് കാനറ ബാങ്ക് അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് നോക്കുകയാണെങ്കിൽ 3 വർഷത്തിൽ അവർ ഓൾ ടൈം ഹൈ വരെ എത്തിയിട്ടില്ല. ഇനി ഈ ഒരു ടേബിളിന്റെ വേറൊരു ആംഗിൾ വരുന്നത്, ഈ ഒരു 30 കേസിൽ 8 കേസിൽ ഓൾ ടൈം ഹൈന് ശേഷമുള്ള റിട്ടേൺ അത്ര സ്ട്രോങ് ആയിരുന്നില്ല. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോയിന്റിന് നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവാണ്. മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തവരുടെ കോസ്റ്റ്, അതാണ് സ്റ്റഡി ഓഫ് കോസ്റ്റ് ഓഫ് ഡിലേ. അതായത് നിങ്ങൾ ഇപ്പം ബോട്ടം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് എത്ര വരെ നഷ്ടം വരാം. അപ്പൊ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൂടെ മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ 2008 ജാനുവരിയിൽ മാർക്കറ്റ് പീക്ക് ആയിരുന്നപ്പോൾ 10,000 രൂപയുടെ SIP തുടങ്ങുകയാണ്. ഓഗസ്റ്റ് 2025 ആയപ്പോഴേക്കും ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരുന്നത് 21,20,000 രൂപയാണ്. ഒരു 13% XIRR വാല്യൂ 75,23,000 രൂപയായിട്ട് വളർന്നിട്ടുണ്ടാവും.
ഇപ്പം ഈ ഒരു സെയിം SIP മാർച്ച് 2009 തുടങ്ങിയതെങ്കിൽ, അതായത് മാർക്കറ്റ് ബോട്ടം ഉള്ളപ്പോൾ ആണെങ്കിൽ ഇവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 19,80,000 രൂപയായിരിക്കും. അതായത് 1,40,000 രൂപ കുറവ്. എന്നാൽ ഇവിടെ ഫൈനൽ വാല്യൂ എന്ന് 64,44,000 ആയിനെ, അതായത് ഇവിടെ 10,79,000 രൂപ കുറവ്. ഇപ്പൊ ഇവിടെ XIR ഓൾമോസ്റ്റ് സെയിം ആണ്, 13.05%. പക്ഷെ ടോട്ടൽ വെൽത്ത് ക്രിയേഷൻ ഇവിടെ കുറവാണ്. അതായത് മാർക്കറ്റ് ബോട്ടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ തുടങ്ങിയത് ലേറ്റ് ആവുമ്പോൾ ടോട്ടൽ വെൽത്ത് എന്താണ് ഇവിടെ കുറഞ്ഞു പോകും. അപ്പൊ ഇതാണ് കോസ്റ്റ് ഓഫ് ഡിലേ എന്ന് പറയുന്നത്. അതുപോലെ ഇത് പല ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം പീക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്കും കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാക്ട് മാർക്കറ്റ് ബോട്ടം അല്ലെങ്കിൽ ടോപ്പ് ഇവിടെ പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ പഠനം പറയുന്നത് ലോങ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നു, അതിൽ ബോട്ടം ലെവലിൽ നിന്ന് ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകും എന്നാണ്. എന്നാൽ നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങളിപ്പോ എല്ലാ ഓൾ ടൈം ഹൈ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. ചാർട്ട് ഇവിടെ ബ്രേക്ക്ഔട്ട് കാണിക്കാം, പക്ഷെ അത് ഒരു ജെന്യുവൻ മൊമെന്റ് ആണോ അല്ലെങ്കിൽ അതൊരു നോയ്സ് ആണോ? അപ്പം ഇവിടെ നമ്മൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ചെക്ക് ലിസ്റ്റ് നമ്മൾ ഫോളോ ചെയ്താലേ ഇത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ വില്യം ഒ നീലിന്റെ ക്യാഷ് സ്ലിം മെത്തഡോളജി പോലെയും അതുപോലെ തന്നെ മൊമെന്റം ഇൻവെസ്റ്റിംഗ് റൂൾസ് പോലെയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ കേസ് തന്നെ ബ്രേക്ക്ഔട്ട് ദിവസത്തെ വോളിയം ആണ്. അപ്പൊ വോളിയം കൂടുതലായിരിക്കണം. ഇപ്പൊ 50-day ആവറേജിനേക്കാളും 40% മുകളിലാവണം. അപ്പൊ ഹൈ വോളിയത്തോടെയുള്ള ബ്രേക്ക്ഔട്ട് സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഇനി അടുത്ത് റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്. RSI പുതിയ ഹൈന്റെ അടുത്താവണം. നമ്മളോട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാർക്കറ്റിലെ സെക്ടേഴ്സ് അല്ലെങ്കിൽ PS ഒരു സ്റ്റോക്ക് എത്രത്തോളം ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് RS ഇവിടെ മെഷർ ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രോഡർ മാർക്കറ്റ് ഇടിയുമായിരുന്നു. പക്ഷേ ഇവിടെ ഫാർമ സെക്ടർ ഡിഫെൻസീവ് ആയിട്ട് ഇവിടെ ബിഹേവ് ചെയ്തു. അതായത് മാർക്കറ്റ് ഇടിയുമ്പോൾ ഇവിടെ ഫാർമ സെക്ടറിന് വലിയ ഇമ്പാക്ട് ഒന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് സ്റ്റേബിൾ ആയിട്ട് തന്നെ അവർ പോയി. അപ്പൊ ഇവരുടെ ചാപ്പിൽ ഓൾ ടൈം ഹൈയിലേക്ക് ഇവർ പോയി. അപ്പൊ ഒരു സ്റ്റോക്ക് കയറിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, ആ ഒരു മാർക്കറ്റിന് മറികടക്കണം ഇവിടെ. ഇപ്പം RSI മാർക്കറ്റ് എഗൻസ്റ്റ് ന്യൂ ഹൈന്റെ അടുത്താണെങ്കിൽ സക്സസ്ഫുൾ ബ്രേക്ക്ഔട്ടിനുള്ള ചാൻസ് ഇവിടെ കൂടും. ഇനി ലാസ്റ്റ് വൺ ഏർണിംഗ്സ് കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 20% വളരണം. ഇപ്പൊ ബ്രേക്ക്ഔട്ടിനുള്ള റിയൽ ഫ്യൂൽ എന്ന് പറയുന്ന ഏർണിംഗ്സ് ആണ്. ഇപ്പം EPS ഗ്രോത്ത് ഇയർ ഓവർ ഇയർ 20% അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ഇവിടെ റിസ്കിലാവാം. അപ്പൊ ഇതിനാണ് നമ്മൾ ബുൾ ട്രാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഓവർ കോൺസെൻട്രേഷൻ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2007-2008 റിയൽ എസ്റ്റേറ്റ് ഹൈപ്പില് BSE റിയൽറ്റി ഇൻഡെക്സ് യൂഫോറിക് ഹൈസ് എത്തി. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ക്രാഷ് കഴിഞ്ഞ് സെക്ടർ റിക്കവർ ചെയ്യാൻ വേണ്ടി 10 വർഷത്തിലധികം ഇവിടെ എടുത്തു. ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറും കൂടിയുണ്ട്. ഇത് ജസ്റ്റ് മാർക്കറ്റ് ഹൈ മാത്രമല്ല വരുന്നത്, പക്ഷെ വാല്യുവേഷൻ കൂടിയുണ്ട്. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈ പിയിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ആവറേജ് റിട്ടേൺ പൊതുവെ കുറവായിരിക്കും. അപ്പൊ ഇവിടുത്തെ മെസ്സേജ് സിമ്പിൾ ആണ്. ഓൾ ടൈം ഹൈ മാത്രം വെച്ച് നമ്മൾ ഇവിടെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ പറ്റില്ല. ഓവർ ഹൈക്കും എക്സ്ട്രീം വാല്യുവേഷനും ആണ് ആക്ച്വലി പോർട്ട്ഫോളിയോ ഇവിടെ ഡാമേജ് ചെയ്യുന്നത്. ഇനിയിപ്പം നിങ്ങൾ പറ, ഓൾ ടൈം ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റാണോ അല്ലെങ്കിൽ ഹോൾഡിംഗ് പീരീഡ് ആണോ സൂപ്പർ പവർ ഉള്ളത്? താഴെ കമന്റ്സിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.